നമ്മുടെ ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് വർക്കല ക്ലിഫാണ്. വർക്കല ക്ലിഫിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് അതിമനോഹരമായ കാഴ്ചകളാണ്. ഒട്ടനവധി കഫേകളും റിസോർട്ടുകളും സുവനീറുകളും മറ്റ് കടകളെല്ലാം ക്ലിഫിൻ്റെ പ്രധാന ആകർഷണമാണ്. ക്ലിഫിലെ സൂര്യാസ്തമയം കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ കാണുന്ന മീനുകളൊക്കെ നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ കുക്ക് ചെയ്ത് തരുന്നതാണ്. ക്ലിഫിൻ്റെ യഥാർത്ഥ സൗന്ദര്യം രാത്രിയിലാണെന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് തോന്നിയത് നേരിട്ട് അനുഭവിച്ചപ്പോഴാണ്. നമ്മുടെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വർക്കല ബീച്ചാണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പട്ടണത്തിലാണ് വർക്കല ബീച്ച് അല്ലെങ്കിൽ പാപനാശം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 51 കിലോമീറ്റർ വടക്കും കൊല്ലത്ത് നിന്നും 37 കിലോമീറ്റർ തെക്കുമാണ് വർക്കല സ്ഥിതി ചെയ്യുന്നത്. ജനാർദ്ദന ക്ഷേത്രത്തിലും പാപനാശം ബീച്ചിലുമൊക്കെ ബലിതർപ്പണത്തിനായി കേരളത്തിൽ നിന്ന് നാനാഭാഗത്തു നിന്നും വിശ്വാസികൾ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ അടുത്ത സ്ഥലം ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. വർക്കലയിൽ ഏറ്റവും ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു ബീച്ച് കൂടിയാണ് ബ്ലാക്ക് സാൻഡ് ബീച്ച്. തോറിയം ഓക്സൈഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ ബീച്ചിൻ്റെ മണലിന് കറുപ്പ് നിറം ഉണ്ടാകാൻ കാരണം. നമ്മുടെ അടുത്ത സ്ഥലം വർക്കല അക്വേറിയമാണ്. വർക്കല ബ്ലാക്ക് സാൻഡ് ബീച്ച് അല്ലെങ്കിൽ തിരുവമ്പാടി ബീച്ചിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അക്വേറിയമാണ് വർക്കല അക്വേറിയം. 30 രൂപയാണ് മുതിർന്നവർക്കുള്ള എൻട്രി ഫീസ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 15 രൂപയുമാണ് ഫീസ്. 2014 കേരള ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് അക്വേറിയം സ്ഥാപിച്ചത്. തേള്, ഏഞ്ചൽ ഫിഷ്, കോയി, പിരാന, ഈൽസ് തുടങ്ങിയ വിവിധ ഇനം മത്സ്യങ്ങൾ ഈ അക്വേറിയത്തിലുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് അക്വേറിയം സന്ദർശകർക്കായി തുറക്കുക. കൂടാതെ തൊട്ടടുത്ത് കുട്ടികൾക്ക് ഒരു പാർക്കുമുണ്ട് എന്നത് മറ്റൊരു വ്യത്യസ്തതയാണ്. കുട്ടികളുമായി വരുന്നവർക്കൊക്കെ ചെലവഴിക്കാൻ പറ്റിയ ഒരു പാർക്ക് കൂടിയാണിത്. അടുത്ത സ്ഥലം ഒടയം ബീച്ചാണ്. ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഒടയം ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. വർക്കല ബീച്ചിനെ വെച്ച് നോക്കുമ്പോൾ വിനോദസഞ്ചാരികളുടെ തിരക്കില്ലാതെ ചിലവഴിക്കാൻ പറ്റിയ ഒരു ബീച്ചാണ് ഒടയം ബീച്ച്. നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഇടവ ബീച്ചാണ്, അല്ലെങ്കിൽ വെറ്റക്കട ബീച്ചെന്നും ഇതിനെ പറയാറുണ്ട്. കുടുംബത്തോടൊപ്പം ചെറിയൊരു ബീച്ച് വിസിറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ബീച്ച്. വർക്കലയിൽ നിന്ന് കാപ്പിൽ ബീച്ചിലേക്ക് പോകുമ്പോഴാണ് ഇടവ അല്ലെങ്കിൽ വെറ്റക്കട ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മത്സ്യബന്ധന ബോട്ടുകൾ നിരത്തി വെച്ചിട്ടുള്ളത് ബീച്ചിൻ്റെ മറ്റൊരു ആകർഷണം കൂടിയാണ്. നമ്മുടെ അടുത്ത സ്ഥലം കാപ്പിൽ ബീച്ചാണ്. വർക്കലയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് കാപ്പിൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. വർക്കലയിലെ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു ബീച്ചാണ് കാപ്പിൽ ബീച്ച്. കായലും കടൽ തീരവും ഒന്നിച്ചനുഭവിക്കാം എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ബോട്ട് സഫാരിക്കും മറ്റു വാട്ടർ സ്പോർട്സിനും സൗകര്യമുള്ള ബീച്ച് കൂടിയാണ് കാപ്പിൽ ബീച്ച്. അടുത്തത് വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്രമാണ്. വർക്കലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ജനാർദ്ദനസ്വാമി മഹാക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ജനാർദ്ദനസ്വാമി എന്ന രൂപത്തിലാണ് ഇവിടെ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നത്. അറബിക്കടലിൻ്റെ തീരത്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പിതൃതർപ്പണത്തിന് വളരെയധികം പേരുകേട്ട ക്ഷേത്രമാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. ദക്ഷിണകാശി, ദക്ഷിണേന്ത്യയിലെ ബനാറസ് എന്നിങ്ങനെയാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രകുളത്തിൽ ഒന്ന് മുങ്ങി നിവരുന്നത് സകല പാപങ്ങൾക്കുമുള്ള പരിഹാരമാണെന്ന് ആളുകൾ വിശ്വസിച്ചു പോരുന്നു. നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ശിവഗിരി മഠമാണ്. വർക്കലയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ യാത്ര ചെയ്താൽ ശിവഗിരി മഠത്തിൽ എത്തിച്ചേരാം. 200 ഏക്കർ വിസ്തൃതിയിൽ ശിവഗിരി വ്യാപിച്ചു കിടക്കുന്നു. സാമൂഹിക പരിഷ്കർത്താവും സന്യാസിയുമായ ശ്രീനാരായണ ഗുരു 1928 അന്ത്യശ്വാസം വലിച്ചതും ഇവിടെയാണ്. ആയിരക്കണക്കിന് തീർത്ഥാടകരെ ആകർഷിക്കുന്ന ഒരു കുന്നിൻ മുകളിലാണ് ഗുരുവിൻ്റെ സമാധി അഥവാ അന്ത്യവിശ്രമ സ്ഥലം. ഗുരുവിൻ്റെ വസതിയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒരിടം കൂടിയാണ് ശിവഗിരി. ഇവിടെ ഒരു ശാരദാ ക്ഷേത്രവും കാണാം. ഇവിടെ പ്രധാന പ്രതിഷ്ഠയായ സരസ്വതി ദേവിയെ പ്രതിഷ്ഠിച്ചതും ഗുരു തന്നെയാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ വരുന്ന ഗുരുവിൻ്റെ ജന്മദിനവും സമാധി ദിനവും കൂടാതെ ഡിസംബർ മാസം 30 മുതൽ ജനുവരി 1 വരെ നടക്കുന്ന ശിവഗിരി തീർത്ഥാടനവുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ഉത്സവം.